ദുഃഖവെള്ളിയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിൽ വിശ്വാസികൾ ഇന്ന് ഇറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കും. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന കുരിശിന്റെ വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് ബാവയാണ് പ്രാരംഭ സന്ദേശം നൽകുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പി.വി. വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. വിനോദ്, തിരുവനന്തപുരത്ത് എപ്പോഴും സംയുക്ത കുരിശിന്റെ വഴിയാണ് സംഘടിപ്പിക്കാറുള്ളത്. ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഏതുവരെയായി? വിനോദ്, കേൾക്കാമോ? തിരുവനന്തപുരത്ത് നിന്നുള്ള കുരിശിന്റെ വഴിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. കുരിശിന്റെ വഴി സംയുക്ത പ്രാർത്ഥന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പാളയത്ത് അയ്യങ്കോളി ഹാളിന് സമീപത്തുകൂടിയാണ് ഇപ്പോൾ കുരിശിന്റെ വഴി യാത്ര കടന്നു പോകുന്നത്. നേരത്തെ ബസേലിയോസ് മാർ ക്ലീമീസ് കത്തോലിക്ക ബാവ സന്ദേശം നൽകിയിരുന്നു. ഇതിന് യാത്രയ്ക്ക് തുടക്കം കുറിച്ചുള്ള സന്ദേശം നൽകിയിരുന്നു. അതിനുശേഷം തോമസ് ജെ നെറ്റോ ഉൾപ്പെടെയുള്ള വൈദികർ അവർ ഇതിന് നേതൃത്വം നൽകുകയാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കിയാണ് ഈ കുരിശിന്റെ വഴി യാത്ര തിരുവനന്തപുരം നഗരവീഥിയിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ പീഡാനുഭവ സ്മരണയിൽ വിശ്വാസികൾ നിൽക്കുമ്പോൾ കുരിശിന്റെ വഴിയിൽ 14 ഇടങ്ങളിലായി യേശുവിന് സംഭവിച്ച കാര്യങ്ങൾ, അതിന്റെ ഓർമ്മ പുതുക്കലാണ്. യേശുവിനെ വധിക്കാൻ വിധിക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ സംസ്കാരം വരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ലോകത്തിന് വലിയ സന്ദേശം നൽകുന്ന ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മനുഷ്യരാശിയുടെ നന്മയ്ക്കും വേണ്ടിയും പ്രവർത്തിക്കേണ്ടതിന്റെ, തങ്ങളിലേക്ക് സ്വയം ചുരുങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന വലിയ ത്യാഗോജ്വലമായ ഒരു സന്ദേശം നൽകുന്ന ആ ഒരു സ്മരണ പുതുക്കുന്ന ദിവസമാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് ഒരു വേദനയുടെ ദിവസം കൂടിയാണ്. കാരണം നമുക്കറിയാം, ദൈവപുത്രൻ കുറ്റാരോപിതനായി മനുഷ്യ നന്മയ്ക്കും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ കുറ്റമായി കണ്ട് അദ്ദേഹത്തെ വധിക്കാൻ വിധിക്കുന്ന ഒരു ദിവസം. 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. പ്രത്യാശയുടെ പ്രകാശമായി യേശു മാറുന്നുണ്ട്. ലോക ജനതയ്ക്ക് നന്മയുടെ വെളിച്ചം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രത്യാശയുടെ കിരണത്തിലേക്ക് ഒടുവിലെത്തുന്നു. പക്ഷേ ആ ഓരോ കാലവും വിശ്വാസികളെ സംബന്ധിച്ച്
തെറ്റുകാരനായി അദ്ദേഹത്തെ ചിത്രീകരിച്ച് കള്ളന്മാർക്കൊപ്പം ക്രൂശിലേറ്റിയ ആ ഒരു സാഹചര്യം അതെല്ലാ കാലത്തും ഉണ്ട്. നന്മ ചെയ്യുന്നവർ ക്രൂശിലേറ്റപ്പെടുന്നു എന്ന കാര്യം നേരത്തെ ഈ സന്ദേശത്തിൽ ബസേലിയോസ് മാർ ക്ലീമീസ് കത്തോലിക്ക ബാബ പറഞ്ഞത് കുരിശിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏവർക്കുമുണ്ട്. അതൊരു മതചിഹ്നം മാത്രമല്ല, രക്ഷയുടെ അടയാളമാണ്. ലഹരി മാഫിയ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ പകച്ചു നിൽക്കുന്ന സമൂഹം അവരുടെ രക്ഷയ്ക്ക് ക്രിസ്തു എത്തുന്നു, ദൈവപുത്രൻ എത്തുന്നു. അതൊരു പ്രതീകമായി മാറുന്നു, അതൊരു പ്രത്യാശയായി മാറുന്നു, അതൊരു വിശ്വാസമായി മാറുന്നു. ആ നിലയ്ക്കുള്ള സന്ദേശം അദ്ദേഹം നൽകുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തൊക്കെ നിലനിൽക്കുന്ന വെല്ലുവിളിയുടെ സാഹചര്യം അതുകൂടി അദ്ദേഹം പരോക്ഷമായി പരാമർശിച്ചു പോയി. ക്രിസ്തുവിനെ സംബന്ധിച്ച്, കുരിശിനെ സംബന്ധിച്ച് അതൊന്നും തന്നെ മതവിശ്വാസത്തിന്റെ അടയാളം മാത്രമല്ല, അത് ജനസമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. കുരിശിന്റെ വളർച്ച ലോകം കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ വിശ്വാസികൾ ജാഗരൂകരാകണം, ജാഗ്രത പാലിക്കണം. കുരിശ് രക്ഷിക്കപ്പെടണം. ക്രൂശിതൻ നന്മയുടെ വെളിച്ചമായി, പ്രതീകമായി, രക്ഷകനായി നിൽക്കുമ്പോൾ ആ ഒരു ചിന്ത ഓരോ വിശ്വാസിയുടെ മനസ്സിലും ഉണ്ടാകണം. വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ ഒരു മതവിശ്വാസം നെഞ്ചിലേറ്റുന്നവർക്ക് മാത്രമല്ല, ജനതയ്ക്കാകെ അത്തരമൊരു ചിന്ത ഉണ്ടാകേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന കാര്യം കൂടി മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പറയുന്ന സാഹചര്യമുണ്ടായി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സംയുക്ത കുരിശിന്റെ വഴി പുരോഗമിക്കുകയാണ്. കർത്താവേ അനുഗ്രഹിക്കണമേ. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ, യേശുവിനെ മരണത്തിന് വിധിക്കുന്നത് തൊട്ട് യേശുദേവനെ അടക്കുന്നത് വരെയുള്ള 14 സ്ഥലങ്ങളിൽ പ്രാർത്ഥനകളുമായി ഇപ്പോൾ വിശ്വാസികൾ കുരിശിന്റെ വഴിയിലൂടെ നടക്കുകയാണ്, ആ പീഡാനുഭവത്തെ സ്മരിച്ചുകൊണ്ട്.